അങ്ങനെ നമ്മുടെ ബിഗ് ബോസിലെ 54-ാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പാട്ടിലാണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ അൻസിബ നന്നായിട്ട് പാട്ടിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അത് കാണുമ്പോൾ. പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ വന്ന് എഴുന്നേറ്റൊക്കെ ചിലരൊക്കെ ഇങ്ങനെ കണ്ണും ഒക്കെ തുടച്ച് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ, തിരുമ്മിക്കൊണ്ടൊക്കെ. എന്താണെന്നാ കണ്ണൊക്കെ തിരുമ്മി ഉറക്കത്തിൻ്റെ ഒരു ഇതിലെ. പിന്നെ അങ്ങനെ പലരും ബെഡിൽ നിന്നൊക്കെ പുതപ്പൊക്കെ മാറ്റി വരുന്നതേ കാണുന്നുള്ളൂ. പക്ഷെ നമ്മുടെ അൻസിബ ആ സമയത്ത് നല്ല തകർത്ത് മോർണിംഗ് സോങ്ങിലങ്ങ് എൻജോയ് ചെയ്യുക, നന്നായിട്ട് കളിക്കുന്നുണ്ട് ഡാൻസ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ പിന്നെ പതുക്കെ കുറേ പേരെല്ലാം വന്നു. പാട്ട് തീരാറായപ്പോഴത്തേനും ഒട്ടുമുക്കാലും പേര് വന്ന് അതിൽ ജോയിൻ ചെയ്തു. പിന്നെ പാട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പാട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എക്സസൈസ് ആണല്ലോ രാവിലെ കൊടുക്കുന്നത്. അതിന് ശേഷം പിന്നെ എല്ലാവരും അവരുടെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വട്ടത്തിലിരിക്കുക, ഇരുന്നുകൊണ്ട് അവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അവിടുത്തെ മൊത്തത്തിലൊരു എനിക്കത് കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ മൊത്തത്തിൽ എല്ലാവരെക്കുറിച്ചൊരു അവലോകനം നടത്തുന്ന മാതിരി എനിക്കത് തോന്നുന്നത്. അതിലാണെങ്കിൽ നമ്മുടെ ഗബ്രിയും ജാസ്മിനൊക്കെ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ജാസ്മിൻ ഫസ്റ്റ് തന്നെ പറയുന്നത് ജിൻഡോ എന്ത് വില കാണിച്ചാലും ഒരു ജിൻഡോയുടെ മുഖത്താണെങ്കിൽ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ഭാവമുണ്ട്, അത് കാരണം ഇങ്ങനെ ഒക്കെ പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഗബ്രിയാണെങ്കിൽ അന്നേരം പറയുന്നു ആ ഇന്നസെൻറ്റ് ഭാവമൊന്നും അല്ല, അയാളെ മുഖത്ത് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്, ഒരു നല്ല ക്രൂക്കഡ് മൈൻഡാണ്, അങ്ങനെയൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ പിന്നെ നമ്മുടെ അൻസിബയും ശ്രീരേഖയും വേറൊരിടത്ത് തനിയെ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശ്രീരേഖ പറയുന്നു ഭയങ്കര വൃത്തികെട്ട കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് രതീഷിനെയാണെന്ന് തോന്നുന്നു പറയുന്നത്. സിജോയൊക്കെ നന്നായിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, തർക്കിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആണെങ്കിൽ ഈ രതീഷാണെങ്കിൽ ആദ്യത്തെ ആഴ്ച പോയല്ലോ, പോയിട്ടാണല്ലോ ഇപ്പം ഗസ്റ്റ് റോളിൽ വന്നേക്കുന്നത്. അപ്പം അതൊക്കെ അതിനെയൊക്കെ കൊള്ളിച്ച് പറയുന്ന മാതിരിയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. ആദ്യത്തെ ആഴ്ച പോകുന്നതും കപ്പെടുക്കുന്നതും ഒക്കെ തമ്മിലുള്ള ഒരു ഇതൊക്കെ ഗബ്രിയും സിജോയും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. ആ സമയത്താണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ശ്രീരേഖയും അൻസിബയും. ശ്രീരേഖ പറയുന്ന ലോക ചൊറിയനാണ് രതീഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീരേഖയ്ക്ക് രതീഷിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല രണ്ടാമത് വന്നതും. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ സായി ആണെങ്കിൽ കൺസ്ട്രക്ഷൻ റൂമിൽ ഇരിക്കുന്നതാണ്. അപ്പോഴാണെങ്കിൽ ബിഗ് ബോസ് ചോദിക്കുന്നത് എന്താ സായി, എന്താ വിശേഷം കാര്യം എന്ന് പറയുന്നു. അപ്പോൾ സായിക്ക് ഒട്ടും വയ്യ, ഭയങ്കര പെയിനാണെന്ന് പറയുന്നു. നടുവിന് വേദനയാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇവിടുത്തെ ടാസ്കും ഗെയിമും ഒക്കെ ഭയങ്കര സായിക്കത് വലിയൊരു ടഫായിട്ട് തോന്നുന്ന മാതിരി തന്നെയാണ് എനിക്ക് സായിയുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം ആവുന്ന നോക്കി പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് സായിക്കപ്പം പോകണമെന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത്, പുറത്ത് പോകണമെന്ന്. അപ്പം ബിഗ് ബോസ് പറയുന്നു ശരി എന്താണെന്ന് നോക്കിയിട്ട് അത് അറിയിക്കാമെന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു മിക്കവാറും സായി പോകുമെന്ന് തോന്നുന്നു. കാര്യം സായി തന്നെ സായിയുടെ സ്വന്തം ഇഷ്ടത്തിൽ ഇങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ നമ്മളെന്താ വിചാരിക്കുന്നത്, ഇത് ഈ കപ്പൊക്കെ മേടിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെളിയിൽ നിന്ന് കാണുന്നതും പറയുന്ന പോലെയാണോ അതിനകത്തുള്ള? ഇപ്പോൾ ഇവർക്കൊക്കെ അകത്ത് ചെന്നപ്പോഴാണ് തോന്നുന്നത് അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത്, അത്ര ടഫാണെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ വലിയ പ്രയാസമാണെന്ന് തോന്നുന്നു. പിന്നെ ഈ നടുവിന് വേദന, അന്ന് പൂജയ്ക്കും ഇങ്ങനെ നടുവിന് വേദന വന്നായിരുന്നു പോയത്. വന്നൊരു കുറച്ച് ദിവസങ്ങൾക്കകം പെട്ടെന്ന് തന്നെ പൂജയും പോയായിരുന്നു. എനിക്ക് തോന്നുന്നു മാക്സിമം ഒരാഴ്ച എങ്ങാണ്ടാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പൂജയും പോയി. എനിക്ക് എന്താ തോന്നുന്നത്, ഈ നമ്മളൊക്കെ ചില നമ്മൾ കിടക്കുന്ന കട്ടിൽ ഈ ബെഡും നമ്മുടെ കിടപ്പിൻ്റെ ഇത് മാറുമ്പോഴേ നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു അടുത്ത് പോയി മാറി കിടക്കും നമ്മുടെ വീട്ടിൽ നിന്നോ അല്ലാതെ നമ്മുടെ എവിടെയും നമ്മുടെ സ്വന്തക്കാരുടെ വീടോ അങ്ങനെയൊക്കെയുള്ള നമ്മൾ പോകുമല്ലോ, അല്ലെങ്കിൽ വേറെ എങ്ങനെയായാലും നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴും ഒക്കെ നമ്മൾ ബെഡൊക്കെ മാറി കിടന്നാലേ അത് വന്നിട്ട് നമുക്ക് സെറ്റാവത്തില്ല, പല ആൾക്കാർക്കും സെറ്റാവത്തില്ല.
കുറേ പേർക്കൊന്നും കുഴപ്പമില്ലായിരിക്കും കേട്ടോ. അവിടെ മറ്റുള്ളവരും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും പ്രശ്നമില്ല. പക്ഷേ ചില ആൾക്കാർക്ക് വന്നിട്ട് ഈ ബെഡ് മാറി കിടക്കുന്നത് സെറ്റാവത്തില്ല, അല്ലെങ്കിൽ കിടപ്പിൻ്റെ രീതി മാറുമ്പോഴത്തേക്കിന് അത് വന്നിട്ട് ഈ പുറം വേദന, ഈ നടുവേദനയൊക്കെ ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന് തോന്നുന്നു. അന്ന് പൂജയ്ക്കും ഓൾറെഡി പൂജയ്ക്ക് നടുവിന് എന്തോ ഒരു വേദന, ആ പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നു, ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ പൂജ വന്നിട്ട് അവിടെ പിന്നെ ബെഡ് മാറി അവിടെ കിടന്നില്ല. എനിക്ക് അത് ബെഡ് മാറിയത് കൊണ്ട് പെട്ടെന്ന് അത് കംപ്ലയിൻറ്റ് പെട്ടെന്ന് പിന്നെയും അതൊരു വേദന ഇങ്ങനെ വന്നായിട്ട് തോന്നുന്നുണ്ട്. നല്ലൊരു ഇതാണ്. അതുപോലെ ഇനി സായിക്കുമൊക്കെ ഈ ഇങ്ങനെയുള്ള ചേഞ്ചസൊക്കെ ആയതായിരിക്കും വേദന എന്ന് തോന്നുന്നു. നേരത്തെ ഇനി കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഒരു വെച്ച് മൊത്തത്തിലുള്ളൊരിത് ഞാൻ പറഞ്ഞതാണ്, പൂജയുടെ കാര്യവും ഒക്കെ വെച്ചിട്ട് പറഞ്ഞതാണ്. പല ആൾക്കാർക്കും ചിലരൊന്നും വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. പലർക്കും വന്നിട്ട് ശരീരത്തിനൊക്കെ ഭയങ്കര ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. പിന്നെ ഈ കുറച്ച് പ്രായം കുറഞ്ഞ നല്ല ചെറുപ്പമുള്ളവരൊക്കെ വന്നിട്ട് അതൊക്കെ അവർക്കൊന്നും പ്രശ്നമല്ല, അവരൊക്കെ അങ്ങനെ നിന്ന് പോകുന്നു. മറ്റുള്ളവർക്കൊക്കെയാണ് അതിൻ്റെ ഇത് എഫക്റ്റ് അറിയുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ നോമിനേഷൻ നടക്കുകയാണ്, ജയിൽ നോമിനേഷൻ. അതിൽ ഈ പ്രാവശ്യം പതിവിൻ്റെ വിപരീതമായിട്ട് 4 പേരെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതാണെങ്കിൽ പവർ ടീം ആണെങ്കിൽ 2 പേരെ സെലക്ട് ചെയ്യണം. പിന്നെ മൊത്തത്തിൽ മെമ്പേഴ്സ് എല്ലാം കൂടെ 2 പേരെ സെലക്ട് ചെയ്യണം അങ്ങനെ. അപ്പം പവർ ടീം സെലക്ട് ചെയ്തത് നമ്മുടെ ഗബ്രിയും ജിൻഡോയാണ്. അത് നമ്മുടെ സായിയും ശരണ്യൊക്കെ പവർ ടീമിലാണിപ്പം. അപ്പോൾ സായിയാണ് അതിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ. അവർ തീരുമാനം ഒന്നിച്ച് പ്ലാൻ ചെയ്തൊക്കെ അവരതൊരു തീരുമാനത്തിലെത്തി. ഗബ്രിയും ജിൻഡോയുമാണ് അവർ സെലക്ട് ചെയ്തേക്കുന്നത് ജയിലിലേക്ക് വിടാൻ ഈ ആഴ്ച. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് തിരഞ്ഞെടുത്തേക്കുന്നത് നമ്മുടെ സിജോയെ അഭിഷേക് ശ്രീകുമാറിനെയുമാണ്. അപ്പം ആ ഒരു ജയിൽ നോമിനേഷൻ്റെ ഇത് കഴിഞ്ഞു. 4 പേരെ 2 പേരെ വെച്ച് 4 പേരെ തിരഞ്ഞെടുത്തു. ഇപ്പോഴാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിനകത്ത് 2-3 പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറി ഇരിപ്പുണ്ട്. എന്നിട്ട് അവരൊക്കെ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശ്രീരേഖ അൻസിബ ഒരിടത്ത് ഇരിപ്പുണ്ട്, 2 പേര് മാത്രം. അപ്പോൾ അവർ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരുടെ ഈ ഓരോരുത്തരെക്കുറിച്ചും ഒക്കെ ഉള്ള ഈ ബിഗ് ബോസ് വീട്ടിനകത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലാണെങ്കിൽ ശ്രീരേഖ പറയുന്നത് ഈ സിജോ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണല്ലോ, നല്ല കയറി വന്നുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആയിരുന്നല്ലോ. ഇപ്പം നോക്കിയാൽ സിജോ ഗബ്രിയെക്കാട്ടിലും സിജോ താഴെയാണെന്ന് പറയുന്നു. ഗബ്രി നന്നായിട്ട് കളിച്ച് മുകളിൽ വരുന്നുണ്ട് സിജോയെക്കാട്ടിലെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ഗബ്രിയും ജാസ്മിനും കൂടി ഇരിക്കുന്നു. അവിടെ ആണെങ്കിൽ അർജുനും ഉണ്ട് ആ റൂമിൽ. അപ്പോൾ ആണെങ്കിൽ ഗബ്രി പറയുന്നു ഗബ്രിയുടെ ഔദാര്യമാണ് പവർ ടീമിൽ ഇപ്പോൾ ശരണ്യ ശ്രീരേഖയെ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്കെന്താ മനസ്സിൽ ഗബ്രിക്കാണ് എപ്പോഴും ഈ പവർ ടീമിൽ കയറി നിൽക്കണം എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. പവർ ടീമിൽ നിന്ന് വെളിയിൽ നിന്ന ഗബ്രിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, എങ്ങനെയെങ്കിലും പവർ ടീമിൽ കയറണം. കാര്യം കൂടുതൽ സമയം അവിടെ വന്ന് ഇത്രയും നാളായിട്ട് ഈ കൂടുതൽ സമയം ഗബ്രി പവർ ടീമിലാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊരു സർവാധികാരം ഉണ്ടല്ലോ, ആജ്ഞാപിക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഗബ്രിക്ക് അതൊരു ആ പവർ ടീമിൻ്റെ അധികാരത്തിൽ നിന്നില്ലെങ്കിൽ ഗബ്രിക്ക് ഭയങ്കര അസ്വസ്ഥമായിട്ടുള്ള ഒരു ഇതാണ് കാണാൻ കഴിയുന്നത്. പക്ഷെ നല്ലൊരു പ്ലെയറാണ് കേട്ടോ. ടാസ്ക് കൊടുത്താൽ നന്നായിട്ട് അതിൽ ടാസ്കിൽ വിൻ ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇവിടെ സായി ആണെങ്കിൽ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് പോകുന്നു, അവിടെ പോയി ഇരിക്കുന്നു. അങ്ങനെ ബിഗ് ബോസ് സായിയോട് പറയുന്നു സായിക്ക് ചികിത്സ ആവശ്യമാണ്, അതുകൊണ്ട് പുറത്ത് പോകാമെന്ന് പറയുന്നു, ചികിത്സയ്ക്കായിട്ടെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആൾക്കാർ വരും അപ്പോൾ പോകാനപ്പോൾ സായി ഇരിക്കുന്നത് എഴുന്നേക്കുന്നതും ഒക്കെ നോക്കുമ്പോൾ നടുവിന് എന്തോ സായിക്ക് പ്രശ്നമാണെന്ന് തോന്നുന്നു, നടുവിന് വേദനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല പെയിൻ ഉണ്ടെന്ന് തോന്നുന്നു, സായിക്ക് അവിടെ നിൽക്കാൻ വയ്യ. അതാണല്ലോ പറഞ്ഞിരുന്നത് പോകണമെന്ന്. അപ്പം അതിന് സായി അപ്പം ചികിത്സയുടെ കാര്യമായിട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ സായിയെ ആ കൺസ്ട്രക്ഷൻ റൂമിൽ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ ആൾക്കാർ വന്നു, കണ്ണ് മൂടി കെട്ടി അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എനിക്കതാണ് തോന്നുന്നത്, ഈ ഫുൾ ടൈം AC ആണല്ലോ അതിനകത്ത്. പിന്നെ ആണെങ്കിൽ ആ ബെഡൊക്കെ ചിലർക്കൊക്കെ സെറ്റാവും, ചിലർക്കൊന്നും സെറ്റാവത്തില്ല. എനിക്ക് അങ്ങനെ തന്നെയാണ് അത് തോന്നുന്നത്. അതിന് ശരിയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതൊക്കെയാ കിടപ്പതിൻ്റെ ഒക്കെ ആ സൗകര്യമൊക്കെയാന്ന് തോന്നുന്നു. നല്ല സൗകര്യമാണ് കേട്ടോ, AC-യും ഫുൾ ഭയങ്കര സെറ്റപ്പ്. പക്ഷെ എല്ലാവർക്കും വലിയ ചില കാര്യങ്ങളൊക്കെ വന്നിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇതാവത്തില്ലല്ലോ, എല്ലാവരുടെ ശരീരത്തിനും അത് യോജിക്കണമെന്നൊന്നുമില്ല.
എത്ര നമ്മളെ വലിയ പോഷായിട്ടുള്ളൊരു അന്തരീക്ഷമാണേലും ചിലർക്ക് സെറ്റാവും, ചിലർക്ക് സെറ്റാവത്തില്ല. അങ്ങനത്തെ ഒരു ഇതാണെന്ന് തോന്നുന്നു. ഇവിടെ പൂജയ്ക്ക് വന്ന് ഇങ്ങനെ ഡിസ്കിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പം സായിക്കും നടുവിന് വേദനയായിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായില്ലേ. അപ്പോൾ ഇതൊക്കെ എനിക്ക് അതാ തോന്നുന്നത്, ആ ബെഡൊക്കെ മാറി ഒക്കെ അതിൻ്റെയാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ നോക്കാം. പിന്നെ അതിന് ശേഷം പിന്നെ ഇവരൊക്കെ ആണെങ്കിൽ വീട്ടിനകത്ത് ഈ രതീഷ് നമ്മുടെ പറഞ്ഞ പഴയ രതീഷില്ലേ, ഉണ്ടാ രതീഷേ, അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ ചിലർക്കൊക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ അവരൊക്കെ ഇരുന്ന് രതീഷും ഈ സിജോയും എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ രതീഷ് നേരത്തെ പോയതിൻ്റെ ഇപ്പോൾ വന്നതിന് ശേഷമുള്ളതും പോകാനുണ്ടായ കാരണവും ഇപ്പോൾ വന്നു കഴിഞ്ഞുള്ള കാരണം, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന അവരുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ചെറിയ അവരവരുടെ പണികളിലൊക്കെ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് നോക്കുമ്പം നമ്മുടെ ശ്രീരേഖയാണെങ്കിൽ ഈ കാഞ്ചന സിനിമയിലെ മാതിരി റെഡിയായി വന്നേക്കുന്നു. ചുമന്ന സാരിയൊക്കെ ഉടുത്തിട്ട് വലിയ പൊട്ടൊക്കെ വെച്ച് നന്നായിട്ട് ആക്ട് ചെയ്യുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞാലൊന്നും അത് ശരിയാവത്തില്ല. അപ്പോൾ അത്രമാത്രം നല്ലൊരു ആക്ടിങ് ആയിരുന്നു ശ്രീരേഖ. അത് മറ്റുള്ളവർക്ക് അത് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ശ്രീരേഖയോട് മാത്രം പറഞ്ഞിട്ട് ശ്രീരേഖ ആക്ട് ചെയ്താണോ എങ്ങനെയാണെന്ന് അത് മനസ്സിലാവുന്നില്ല. പക്ഷേ ഭയങ്കര ആക്ടിങ് ആയിരുന്നു. മുടിയൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ടിട്ട് ഇങ്ങനെ വന്ന്, പക്ഷേ ഇങ്ങനെ ഇതൊരു ടാസ്ക്കാണോ എന്താണെന്ന് അറിയത്തില്ല. ഈ കാഞ്ചന പോലെ അഭിനയിച്ചിട്ട് ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് ഇങ്ങനെ, അപ്പോൾ അവരൊക്കെ അവിടെയൊക്കെ ഇരുന്നവർ എങ്ങനെ തന്നെ നോക്കുന്നു, അയ്യോ ശ്രീരേഖ ചേച്ചിയല്ലേ ആ വരുന്നേ, അതാ ഇതാണെന്ന് പറഞ്ഞൊക്കെ നോക്കുന്നു. ശ്രീരേഖയാണെങ്കിൽ ആ റോള് അത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണോ അതോ സ്വയമാണോ ഇതും നമുക്കറിയത്തില്ല. പക്ഷേ ആ റോള് ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു. ആ കൂട്ടത്തിൽ ആരൊക്കെ അവിടെ നിന്ന് പറയുന്നു, ഈ ശ്രീരേഖയാണെങ്കിൽ അഭിനയത്തിൽ ഭയങ്കര ഇതാണെന്നൊക്കെ ഇവരൊക്കെ തമ്മിൽ ഇരുന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ നന്നായിട്ട് അത് കൈകാര്യം ചെയ്യുന്നുണ്ട് ആ റോള് കേട്ടോ. അതിനുശേഷം ഈ മുറുക്കുന്ന മാതിരിയൊക്കെ ആക്ട് ചെയ്യുന്നു, മുറുക്കുന്നില്ല പക്ഷെ മുറുക്കുന്നത് മാതിരി ആക്ട് ചെയ്യുന്നു, മുറുക്കിക്കൊണ്ട് സംസാരിക്കുന്നത് നല്ല ഭയങ്കര എന്താ പറയുന്നത്, ശുദ്ധ തമിഴെന്നൊക്കെ പറയുന്നല്ലോ, നന്നായിട്ട് തമിഴ് സംസാരിക്കുന്നുണ്ട്. ഭയങ്കര അതിശയമായിട്ട് തോന്നും നമുക്ക്. ഇവർക്കൊക്കെ തമിഴ് അറിയാമോന്ന് ഇപ്പോഴാണ് നമ്മൾക്കത് മനസ്സിലാവുന്നത്. നല്ല തമിഴ് പറയുന്നു, എന്നിട്ട് അത് നന്നായിട്ട് കൈകാര്യം ചെയ്തു. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്നത്, ഇതിങ്ങനെ ആക്ട് ചെയ്യുമ്പോഴും എന്തോ മനസ്സിനകത്തും അവിടെയുള്ള എന്തോ സീരിയസ് കാര്യം വന്നിട്ട് ഇൻഡയറക്റ്റ് അവരെയൊക്കെ ബോധിപ്പിക്കുന്ന മാതിരിയും ഉണ്ട്. ആക്ടിങ്ങും ആ സംസാരവും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിരുന്നു കേട്ടോ അത്.